പ്രിയപ്പെട്ടവരെ, നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ദുരിതയാത്രയുടെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ്. നിരവധി ബസ്സുകളും സ്റ്റുഡൻസുകളും ഒക്കെ യാത്ര ചെയ്യുന്ന ഈ റോഡാണിത്. ഇതിന്റെ അവസ്ഥയാണ് നമുക്ക് നാട്ടുകാരോടും ഡ്രൈവർമാരോടും ഇതിനെക്കുറിച്ച് ചോദിച്ചറിയാം. റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു മാസമായിട്ടേ ഉള്ളൂ അവിടെയൊക്കെ റിപ്പയർ കഴിഞ്ഞിട്ട്, ബൈപ്പാസിലൊക്കെ അത് പെട്ടെന്ന് പൊട്ടിപ്പൊളിഞ്ഞു വരും. അത് നന്നാക്കണം. അത് കുഴിയതൊന്നും അറിയില്ല. അതിൽ മഴ പെയ്താൽ വെള്ളം കൂടിയാലേ ഒന്നും അറിയില്ല. അത് ഇത്രയും വെള്ളം നിൽക്കുമ്പോൾ പരിചയമില്ലാത്തവർ വരുമ്പോൾ കുഴിയിൽ വീഴുന്നുണ്ട്. ഇത് നന്നാക്കണ പൊളിയാണ്. കോൺട്രാക്ടർമാർ ശരിക്കും പണിയെടുക്കൂല. കരാർ കൊടുക്കാനുണ്ടോന്നല്ല, ഒരു പണിയെടുക്കുമ്പോൾ ശരിക്കും എടുക്കണ്ട, അത് എടുക്കൂല. കോൺട്രാക്ടർമാര് പല ഊരി വെച്ച് കഴിയുമ്പോൾ പണിയെടുക്കാനുള്ള പൈസ അവർക്ക് കിട്ടും, അതുകൊണ്ട് ഓരോരുത്തറിന് പോകും. പൊടിയാണ് ഭയങ്കര. വേനലായി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ കഴിയും. ഈ ലോട്ടറിയാണ്. ഈ ലോട്ടറി മേലെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തൊട്ട് വെച്ചാൽ അറിയാം. വെള്ളം ധരിക്കാൻ വേണ്ടി ഇതൊക്കെ മുടി 10 കൊല്ലമായി ഇതുവരെ ഒന്നും റെഡിയാക്കില്ല. ഇതേപോലെ തന്നെ എന്നും ഇടയ്ക്ക് ആ ഇലക്ഷൻ സമയത്ത് വന്ന് തട്ടിക്കൂട്ടി പോവും. പിന്നെ ദിവസം ഒരു 5-8 ആൾക്കാർ ഇങ്ങനെ അവിടെ വീഴും. അവിടെ നോക്കി ആ സ്ഥലം വേനലായി കഴിഞ്ഞാൽ പെരും പൊടി. ഈ റോഡ് ഇങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട് നമുക്കറിയാം, മഴക്കാലത്തിന് മുമ്പ് ആദ്യം ഒരു പിന്നെ കുറെ പാറപ്പൊടി വന്നിട്ട്, എന്നിട്ട് അത് ഇതിലാകെ പൊടി പാറിയിട്ട് ഇവിടെ എല്ലാവരും മാസ്ക് ഇട്ട് അടക്കേന്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മഴക്കാലമായപ്പോ നിങ്ങൾ കണ്ടാലേ ഇതില് റോഡാകെ കുണ്ടും കുഴിയും അതിലൊക്കെ ചെറിയ വണ്ടികളൊക്കെ പോയിട്ട് അതിൽ കുടുങ്ങണമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് അപ്പത്തെ ബൈപ്പാസും. അതുപോലെ കുറച്ച് നന്നാക്കി, കുറച്ച് പോലും പിന്നെ കുണ്ടില് പോയി നന്നാക്കാതെ നിർത്തി. ഇപ്പൊ എല്ലാ വാഹനങ്ങളും, ഓട്ടോറിക്ഷ ആയാലും ബൈക്കായാലും ബസ്സാരൊക്കെ ഇതിലേ വരല്, ആ ബൈപ്പാസ് കൂടെ വരുന്ന പോലെ ഇതിലേ വരുന്നത്. അപ്പൊ ഇതൊന്ന് നന്നാക്കാന് മുനിസിപ്പാലിറ്റിക്ക് ഇതിന്റെ നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിന്റെ സ്ഥലത്തിൽ പെടുത്തിയിട്ടുണ്ട്. റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. അത് ഇപ്പൊ ആരായാലും നന്നാക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. മഴയൊക്കെ വരുമ്പോഴത്തേന് വെള്ളപ്പൊക്കവും ചളിയും ഒക്കെ ആയിട്ട് ഇതിൽ പോകാൻ തന്നെ കഴിയില്ല.